ഒരുപാട് നാളായി ബീച്ചിൽ പോകണം എന്ന് വിചാരിക്കുകയാണ് ഗൈസ്. എന്നാൽ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നാണ് കേട്ടോ അതിനുള്ള സമയമായത്. അല്ലെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ടേ. ബീച്ചിലെത്തിയപ്പോഴത്തേനും നമ്മുടെ നക്ഷമ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. സാറില്ലേ, നമുക്ക് എണീപ്പിക്കാം. നമ്മുടെ സൂര്യമാമനാണെന്ന് വെച്ചാൽ ഏകദേശം ഞാൻ താഴെ പോവാണെന്ന മട്ടിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീച്ചിലെത്താൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയിട്ടാണെങ്കിലും ബീച്ചിലെപ്പോഴും ജനസാഗരം തന്നെ കണ്ടില്ലേ, നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ബീച്ചിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നക്ഷുമോനെ എണീപ്പിച്ചിട്ടുണ്ട്. ആദ്യം എണീറ്റ ആൾക്കൊന്ന് ബീച്ച് കണ്ടപ്പോൾ ഇതെന്താന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ ആളങ്ങ് സെറ്റായി. എനിക്കാണെങ്കിൽ ഈ ബീച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പക്ഷേ കുറച്ച് നേരം കണ്ടു നിൽക്കുമ്പോഴത്തേനും തലയ്ക്കൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് വരും. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നക്ഷമോ കടൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ആദ്യം ഈ മണ്ണിലിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെരുപ്പിട്ട് കൊടുത്തപ്പോൾ ആൾ സെറ്റായി. കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ഓർമ്മ വെച്ചിട്ട് ആദ്യമായിട്ട് ബീച്ചിലേക്ക് വരിക. അതൊക്കെ കൊണ്ടാവും. പിന്നെ കുട്ടിയുടെ ഒപ്പം കുട്ടിയുടെ മേമന്മാരായ ദേവും ശ്രീക്കുണ്ട് കേട്ടോ. ശ്രീക്കുമേമയും ദേവുമേമയും ഒരു ദിവസത്തിന് നമ്മുടെ വീട്ടിലേക്ക് നിൽക്കാൻ വന്ന വിരുന്നുകാരാണേ. അത് നമ്മളെല്ലാവരും കൂടി ബീച്ചിലെത്തിയിട്ടതാ ബീച്ചിലെ വൈബ് ആസ്വദിച്ച് നിൽക്കുക. മക്കളൊക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഈ ഷൂട്ട് പിന്നെ നിർബന്ധം. കാലിൽ തിര വന്നടിക്കുന്നു, പിന്നെ റൗണ്ട് ഫ്രണ്ടിലേക്ക് നടക്കുന്നു, പിന്നെയും കാലിൽ തിര വന്നടിക്കുന്നു. ഈ ഷോട്ട് എടുക്കൽ എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നക്ഷമോ ആദ്യമായിട്ട് ബീച്ചിൽ വന്നത് അവൻ്റെ 90 കഴിഞ്ഞ സമയത്താണ്. അന്ന് അവൻ്റെ അച്ഛനാണ് അവനെ കൊടുന്നത് കേട്ടോ. അന്ന് അവന് എന്ത് കടൽ. പിന്നെ കുട്ടി വന്നത് കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ട് നടത്താനാണ്. അന്ന് കുട്ടിയുടെ സ്വഭാവം ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ കുട്ടിക്ക് കടലിൽ പോയിട്ട് എന്ന് പറയുന്ന പോലും കേൾക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വാശിൻ്റെ ഇഷ്യൂ ആയിരുന്നു. മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാതെ അന്ന് ഞങ്ങൾ പോയത്. പിന്നെ ഇന്നാണ് കേട്ടോ കുട്ടി ബീച്ചിലേക്ക് വരുന്നത്. അന്നാണ് കുട്ടിക്ക് എന്താണ് കടലെന്നൊക്കെ മനസ്സിലായത്. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വെള്ളം അവൻ്റെ കാലുമ വന്ന് ഇരിക്കുമ്പോൾ അവൻ പൊട്ടിയിട്ടാണ് ചിരിച്ചിരുന്നത്. അത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് അവനായിട്ട് ഇങ്ങനെ കടൽ കാണാൻ പോകണം. പക്ഷേ എനിക്ക് പേടിയാണ്, ഇവനെങ്ങനെ കൈ വിട്ട് ഓടുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. പിന്നെ കടലാണെങ്കിൽ ഇപ്പം നന്നായി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാവരും നല്ല മുറുക്കി പിടിച്ചിട്ടാട്ടോ നക്ഷമോനായിട്ട് നിന്നിരുന്നത്. അവനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് തിര വരാത്ത കാണുമ്പോൾ അവൻ തിരയുടെ അടുത്തേക്ക് ഇറങ്ങി ഓടുക. അതൊക്കെ ഒരു പേടിയാണ്. കുട്ടികളായിട്ട് കടൽ കാണാൻ വരുന്നവരൊക്കെ അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അത് നമ്മൾ കടലിലെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നക്ഷമോനോട് പറഞ്ഞു നമുക്കൊന്ന് ഐസ്ക്രീം കഴിക്കാടാന്ന്. അപ്പത്തിന് ഐസ്ക്രീം വണ്ടിയൊക്കെ അവൻ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിത് നേരെ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ അവക്കാഡോയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് ഐസ്ക്രീമാണ് അവക്കാഡോ ഐസ്ക്രീം. ശ്രീക്കും ദേവൊക്കെ വൈബ് അടിച്ചിട്ട് അവിടെ നിന്നിട്ട് മാംഗോ ബാറും ആപ്പിൾ ബാറും ഒക്കെ കഴിക്കുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ കഴിക്കുന്നുണ്ട്. എന്നത്തെ പോലെ നക്ഷുവിനെ പറ്റിക്കാൻ ഒരു കുഞ്ഞു കഷ്ണത്തിൽ ഐസ്ക്രീമും വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ഓക്കെ, ബൈ.